ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചേന കൊണ്ടുള്ള ഒരു ഐറ്റമാണ് തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം ചേന മുറിച്ചെടുക്കാം. എന്നിട്ട് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഒരു ചെറിയ കഷ്ണം ചേന ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ച് കഴുകി ഊറ്റി ഇവിടെ വച്ചിട്ടുണ്ട്. ഒരു പാനിലേക്ക് ഒരു 1/4 കപ്പ് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെണ്ണയാണോ താല്പര്യം അതൊഴിക്കാം. എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചേന ഇട്ട് കൊടുക്കാം. ചേന ഒന്ന് വറുത്തെടുക്കണം. എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോൾ ചേനയുടെ ചൊറിച്ചിലെല്ലാം മാറും. നന്നായി മൂക്കണ്ട, ഒന്ന് അരമൂപ്പായിട്ട് മൂപ്പിച്ചെടുത്താൽ മതി. ഇനി വറുത്ത് കോരിയെടുക്കാം. വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെണ്ണയും ഉപയോഗിക്കാം. ഇനി വറുത്ത് കോരിയെടുക്കാം. ഇപ്പോൾ ചേനയെല്ലാം പകുതി മൂപ്പായിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഒരു പാത്രത്തിലോട്ട് കോരിയെടുക്കാം. ഇത്രയും മതി. ചേനയുടെ ചൊറിച്ചിലെല്ലാം മാറി നല്ല ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത്. അത് മുഴുവനും ഇനി കോരിയെടുക്കാം. ബാക്കിയിരിക്കുന്ന എണ്ണയിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ചേർക്കാം. സവാള ഒന്ന് വാടി വരണം. സവാള ഒന്ന് വാടി വന്നപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്കിനി ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് അരിഞ്ഞ് ചതച്ചത്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് അതും കൂടി ഇട്ട് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. തീ കുറച്ച് വെച്ച ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുക. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. ഇറച്ചിക്കറിയുടെ രുചി കിട്ടാൻ വേണ്ടിയിട്ട് ഗരം മസാല ചേർക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ്. ഇറച്ചിക്കറിയുടെ രുചിയിൽ നല്ല ഒരു ചേനക്കറിയാണ് തയ്യാറാക്കുന്നത്. ഇറച്ചിക്കറി മാറി നിൽക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇപ്പോൾ ഈ പൊടികളൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. മൂത്ത് നല്ല മണം വരുന്നു. ഇനി അതിലേക്ക് 2 ചെറിയ തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. തക്കാളി ഇതിൽ കിടന്ന് മൂത്ത് നല്ല അലിഞ്ഞ് വരണം. ഇനി ഇതിലേക്ക് കുറച്ച് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളത്തിൽ കിടന്ന് ഈ മസാലകളെല്ലാം ഒന്ന് വെന്ത് ഒന്ന് കുറുകി വരണം. അടച്ചു വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഈ മസാലയെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൂപ്പിച്ച് വച്ചിരിക്കുന്ന ചേന ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ചെറിയ തീയിലൊന്ന് അടച്ചു വയ്ക്കുക. ഈ ചേനയിൽ മസാലയും ഉപ്പും എല്ലാം ഒന്ന് പിടിച്ച് വരണം.
അപ്പോൾ ചേനയൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ചാറുമൊക്കെ നല്ല വറ്റി കുറുകിയ പരുവത്തിലായിട്ടുണ്ട്. ഇനി ഒരല്പം പുളി പിഴിഞ്ഞതും കൂടി ഒഴിച്ചു കൊടുക്കുക. അന്നേരമാണ് ടേസ്റ്റ് കൂടുതൽ. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി അത് പിഴിഞ്ഞതും കൂടെ ഒഴിച്ചു കൊടുക്കുക. അത് ഇനി ഒന്ന് തിളയ്ക്കണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. മല്ലിയില ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. മല്ലിയിലയും കൂടെ ചേർക്കുമ്പോഴാണ് തനി ബീഫിൻ്റെ ആ ടേസ്റ്റ് വരുന്നത്. ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരുമ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയ കറി റെഡി. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ചേനയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം എണ്ണയിൽ വഴറ്റി എടുത്തത് കൊണ്ട് തന്നെ ചൊറിച്ചിലൊന്നും ഉണ്ടാവുമെന്ന് പേടിക്കണ്ട. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ ബാക്കി ഉപ്പും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി തീ അണച്ചിട്ട് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ചേനക്കറി വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്.